ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്. ചീർങ്ങോടൻ തറവാടിൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നാണ് താമ്പൂല പ്രശ്നം വെക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് പ്രശ്നക്കാരൻ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് ചോദിച്ചിരുന്നു ഈ ലൊക്കേഷൻ എവിടെയാണെന്ന്. ഇത് കൊളത്തൂരാണ്, തളിപ്പറമ്പ് കുറുമാത്തൂരിനടുത്തുള്ള കൊളത്തൂർ. ഇപ്പോൾ തൊണ്ടച്ചൻ ദേവസ്ഥാനമാണെന്നറിയാം, അതായത് വയനാട്ട് പുലവൻ. മറ്റ് തെയ്യങ്ങളുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. മുമ്പ് ആൾക്കാർ പറഞ്ഞു കേട്ടത് തൊണ്ടച്ചൻ, കുടിവീരൻ എന്നീ തെയ്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ്. കൃത്യമായിട്ട് ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല. അപ്പോൾ ഇന്ന് താമ്പൂല പ്രശ്നം വെച്ച് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഉള്ള ഒരു ഇതിലാണ് ഞങ്ങളുള്ളത്. കാരണം മറ്റ് തെയ്യങ്ങളുണ്ടോ, ഒരുപാട് തെയ്യങ്ങളുണ്ടോ, ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ, പരിഹാരക്രിയകൾ അതിന് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് പ്രശ്നക്കാരൻ വന്ന് അതിൻ്റെ താമ്പൂല പ്രശ്നം വെച്ച് കൂടുതൽ കാര്യം പറയുന്നതായിരിക്കും. എല്ലാവരും ഒരു ആകാംക്ഷയിലാണുള്ളത്. കാരണം വർഷങ്ങളായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഏതൊക്കെ തെയ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ഇതിലുണ്ട്, ടെൻഷനുണ്ട്. അതുപോലെ മറ്റ് ദോഷങ്ങളുണ്ടോ, ഇനി ഒരുപാട് പരിഹാരക്രിയകൾ ചെയ്യാനുണ്ടോ. സാധാരണ അറിയാം, ഈ പ്രശ്നം വെച്ചാൽ ആണ് കൂടുതൽ പ്രശ്നമാകുന്നത്. അതുപോലെ ഞങ്ങൾ ആ ഒരു ഡൗട്ടിലാണുള്ളത്. ഏതായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. നമുക്ക് ഇനി താമ്പൂല പ്രശ്നത്തിൻ്റെ കാഴ്ചകളേക്കാണ് നമ്മൾ പോകുന്നത്. 9:30 മണിയായപ്പോഴേക്കും ഞാൻ കുളത്തൂരെത്തി. അപ്പോഴേക്കും ഒരുപാട് കുടുംബക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു. പ്രശ്നക്കാരൻ വരുമ്പോൾ 10:30 മണിയായി. നിലവിളക്കിലേക്ക് എൻ്റെ മാമനാണ് ദീപം പകർന്നത്. അതോടുകൂടി താമ്പൂല പ്രശ്നത്തിന് തുടക്കമായി. ചീർങ്ങോടൻ തറവാട്ടുകാരിലെ 70ഓളം അംഗങ്ങൾ താമ്പൂല പ്രശ്നത്തിനായി അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. എല്ലാവരും ജോത്സ്യൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് ചുറ്റും ഇരുന്നു. അങ്ങനെ 10:39 പ്രശ്നക്കാരൻ കവടി നിരത്തി ഫലം പറയാൻ തുടങ്ങി. അവിടെ കൂടിയിരുന്നവരുടെ നെഞ്ചിടിപ്പും ഏറി വന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിനായി കാതോർത്തത്. സമയം അതിക്രമിച്ചുകൊണ്ടിരുന്നു. വിശപ്പിൻ്റെ വിളിയും തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയി ഉപ്മാവും ചായയും കഴിച്ചു. അങ്ങനെ ആകാംക്ഷയോടെ വീണ്ടും പ്രശ്നസ്ഥലത്തേക്ക്. ഇനിയാണ് താമ്പൂലം എടുത്തുകൊണ്ടുള്ള ഫലം പറയുക. ഓരോ വെറ്റിലയും എടുത്ത് അതിൻ്റെ ഫലം കൃത്യമായി പറയും. തറവാടിൻ്റെയും തറവാട് ക്ഷേത്രത്തിൻ്റെയുമുള്ള എല്ലാ കാര്യവും ഇനിയാണ് പറയുക. സമയം കടന്നു പോകും തോറും താമ്പൂല പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ്സും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മുൻപ് തറവാട്ടിൽ നടന്ന ദുർമരണങ്ങളും മറ്റ് ദോഷങ്ങളും ഓരോന്നായി പ്രശ്നക്കാരൻ പറയാൻ തുടങ്ങി. ഇത് കേട്ട് കുടുംബക്കാർ നെടുവീർപ്പെട്ട് പരസ്പരം നോക്കി. എടുത്തു വെച്ച 12 വെറ്റിലയുടെ ഫലമാണ് പറയുന്നത്. ഓരോ വെറ്റില എടുത്ത് ഫലം പറയുമ്പോഴും അന്തരീക്ഷം നിശബ്ദമായി കൊണ്ടിരുന്നു. 70 വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം പ്രൗഢിയോടെ വാണിരുന്ന ചീർങ്ങോടൻ തറവാട് ഇതുപോലെ ശിഥിലമാകാനുള്ള കാരണങ്ങൾ പ്രശ്നക്കാരൻ പറഞ്ഞപ്പോൾ എല്ലാ കുടുംബക്കാരുടെയും മുഖം മ്ലാനമായി. സമയം ഉച്ച 2 മണി. ഇനിയാണ് പ്രശ്നപരിഹാരത്തിനായി എന്തൊക്കെ ചെയ്യണമെന്നും ഇവിടെ ഏതൊക്കെ തെയ്യമാണ് ഉണ്ടായിരുന്നത് എന്നുമൊക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. അങ്ങനെ താമ്പൂല പ്രശ്നത്തിന് തൽക്കാല ഇടവേള നൽകി ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഊണ് കഴിഞ്ഞ് തിരിച്ചെത്തി. എല്ലാവരുടെയും മനസ്സിലുള്ള ആകാംക്ഷ തറവാട്ടിൽ ഏതൊക്കെ തെയ്യമാണ് ഉണ്ടായിരുന്നത് എന്ന് അറിയാനായിരുന്നു. തൊണ്ടച്ചൻ തെയ്യം, അതായത് വയനാട്ട് കുലവൻ തെയ്യം, പിന്നെ കുടിവീരൻ തെയ്യവും വിഷ്ണുമൂർത്തി തെയ്യവും കൂടി ഉണ്ടെന്നാണ് പ്രശ്നക്കാരൻ അറിയിച്ചത്. അങ്ങനെ തറവാട്ടിൽ 3 തെയ്യങ്ങളാണ് കെട്ടിയാടിയിരുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. തെയ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞ ശേഷം ദോഷപരിഹാരത്തിനായി ചില ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിക്കാൻ പറയുകയുണ്ടായി. അങ്ങനെ 4:30 ആയപ്പോൾ താമ്പൂല പ്രശ്നം സമാപിച്ചു. പിന്നീട് കുടുംബാംഗങ്ങൾ ഓരോ ദിവസങ്ങളിലായി ഓരോ ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിപ്പിക്കാൻ പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ കരുതുന്നുണ്ടാവും വഴിപാടൊക്കെ കഴിപ്പിച്ചില്ലേ, ഇനി ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കാം എന്ന്. എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹലോ ഗായ്സ്, നിങ്ങൾ താമ്പൂല പ്രശ്നത്തിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിരിക്കും.
നമ്മുടെ താമ്പൂല പ്രശ്നം സമാപിച്ചു. ഇനി നാനായിപ്പാടാണ് ചെയ്യാനുള്ളത്. നമ്മുടെ തറവാട്ട് മുറ്റത്ത് തൊണ്ടച്ചന് നാനായിപ്പാട് എന്ന ചടങ്ങാണ് ചെയ്യാനുള്ളത്. കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. ഇനി നാനായിപ്പാട് ചെയ്ത ശേഷമാണ് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ നാനായിപ്പാട് എന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കും അറിയാനുള്ള ആഗ്രഹവും ആകാംക്ഷയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നാനായിപ്പാടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തുക. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം.